Good morning, dear students. This is your 9th chapter of your English literature book. Lesson 9, A Visit to SeaWorld. Have you ever been to an underwater zoo? Here, sea creatures are kept in very large aquarium. It is a wonderful way to see the world beneath the waves of the sea. In this story, a little girl's visit to the underwater zoo. അണ്ടർവേൾഡ് സൂ അക്വേറിയം കാണാൻ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞു ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്, സീ ക്രീച്ചേഴ്സ് ഉണ്ട്. കടലിൻ്റെ അടിയിലുള്ള ഒരുപാട് ഫിഷസ് ഉണ്ട്, സീ സ്നേക്ക് ഉണ്ട്, ഒരുപാട് ക്രീച്ചേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ചാപ്റ്ററിൽ ഒരു ചെറിയ കുട്ടി, നിങ്ങളുടെ കൂട്ടുള്ള ഒരു ചെറിയ കുട്ടി സീ വേൾഡ് കാണാൻ പോയതാണ്. അവിടെയുള്ള അവൾ കണ്ട കാഴ്ചകളാണ് ഈ സ്റ്റോറിയിലുള്ളത്. Let's start our topic. Nihal's parents often took her to different kinds of amusement parks. നിഹാൽ എന്നാണ് ഈ ചെറിയ പെൺകുട്ടിയുടെ പേര്. അവളുടെ പേരൻസ് അവളെ കൊണ്ട് പല അമ്യൂസ്മെന്റ് പാർക്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ട്. Of all the parks she had visited, she loved going to water parks the most. അവളെ ഒരുപാട് പാർക്കിൽ അവരുടെ പപ്പയും മമ്മിയും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വാട്ടർ പാർക്കിൽ പോകാനാണ്. Nihal loved to swim and was fond of seeing other beautiful creatures that swam in the oceans and seas of the world. അവൾക്ക് വാട്ടർ പാർക്കിൽ പോകാനാണ് ഏറ്റവും ഇഷ്ടം. അവിടെ ചെന്ന് അവിടെ നീന്താം, അതുകൂട്ട് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരുപാട് ക്രീച്ചേഴ്സിനെ ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടം വാട്ടർ പാർക്കിൽ പോകുന്നതാണ്. She loved to watch all the TV programs that showed life under water. അവള് ടി വി പ്രോഗ്രാംസ്, കാർട്ടൂൺസ് ഒക്കെ കാണും. ഇപ്പോൾ കാർട്ടൂൺസിൽ ടി വി പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പം അവൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലൈഫ് അണ്ടർ വാട്ടർ ആണ്, വെള്ളത്തിൻ്റെ അടിയിലുള്ള ലൈഫിനെ കുറിച്ച്. അല്ലെങ്കിൽ ഡൈവിങ്ങിനൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ ഡൈവിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഡൈവിങ്ങിന് ആൾക്കാർ പോണത്, അവിടെ ചെന്ന് എങ്ങനെയാണ് ആനിമൽസിനെ, ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ഉണ്ട്, ക്രീച്ചേഴ്സിനെയൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാനാണ് നിഹാലിന് ഭയങ്കര ഇഷ്ടം. After much planning, Nihal's father was taking her to SeaWorld, a new place that had opened near their homes. അങ്ങനെ അവളുടെ അടുത്ത് ഒരു പുതിയൊരു പ്ലേസ് ഓപ്പൺ ആയിട്ടുണ്ട്, ഒരു സീ വേൾഡ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ്. അപ്പോൾ അവിടുത്തെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവര് അവിടെ പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. Nihal had seen hoardings on her way to school, describing the wonderful creatures that lived in SeaWorld. ഇവിടെ സ്കൂളിലോട്ട് പോകുമ്പം ഹോർഡിങ്സ് കാണാറുണ്ട്. എന്താണ് ഹോർഡിങ്സ് എന്ന് പറഞ്ഞാൽ, ഈ പിക്ചറിലോട്ട് നോക്കിയാൽ നമ്മൾ നിങ്ങളുടെ സ്കൂളിലെ സ്കൂൾ ബസ്സിനൊക്കെ വരുമ്പോൾ സൈഡിൽ കുറേ ബോർഡ് കാണത്തില്ലേ, അഡ്വർടൈസ്മെന്റ് കാണത്തില്ലേ, അതിനാണ് ഹോർഡിങ്സ് എന്ന് പറയുന്നത്. എ ലാർജ് ബോർഡ്സ് യൂസ്ഡ് ഫോർ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിന് വേണ്ടി വലിയ ബോർഡുകളൊക്കെ അവിടെ കാണും. അതിനെയാണ് ഹോർഡിങ്സ് എന്ന് പറയുന്നത്. അപ്പം നിഹാലിന് സീ വേൾഡിനെ കുറിച്ച് അറിയാം. എങ്ങനെയാണ് അറിയാന്ന്? അവള് സ്കൂളിലോട്ട് പോകുമ്പം സൈഡിൽ ഹോർഡിങ്സ് അവൾ കാണാറുണ്ട്. അതിനകത്ത് ഒരുപാട് വണ്ടർഫുൾ ക്രീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്കറിയായിരുന്നു ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, സീ വേൾഡ് ഉണ്ടെന്നൊക്കെ അവൾക്ക് അറിയായിരുന്നു. She was very excited and could not wait to see them herself. ഇവിടെ പപ്പ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ഹാപ്പി, അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി, അവൾക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റാതായി. Early on Saturday morning, Nihal set out for SeaWorld with her father and younger brother Rohan. അപ്പോൾ സാറ്റർഡേ ഏർലി മോർണിംഗ് അവൾ എണീറ്റു. എന്തിനാണ്? സീ വേൾഡിൽ പോകാൻ. നിങ്ങളും അങ്ങനെയല്ലേ, സ്കൂളിൽ പോകുന്ന ദിവസത്തെ ഏറ്റവും ലേറ്റായിട്ട് എണീക്കും. ഓക്കെ, സ്കൂളിൽ നിന്ന് പറയുക നമ്മളിന്ന് പാർക്കിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്?
ഓ, നേരത്തെ എണീറ്റ് നേരത്തെ റെഡി ആയിട്ട് സ്കൂൾ ബസ്സൊക്കെ വരുന്നതിന് ഒത്തിരി മുമ്പേ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കത്തില്ലേ, അതുകൊണ്ട് സീ വേൾഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ്റർഡേ ഉള്ള ഏർലി മോർണിംഗ് എണീറ്റു. അങ്ങനെ നിഹാലിൻ്റെ ഒരു ചെറിയ ബ്രദർ ഉണ്ട്. ബ്രദറിൻ്റെ പേരാണ് രോഹൻ. രോഹനും അവരുടെ പപ്പയും കൂടെ അവർ സീ വേൾഡിലോട്ട് പോവുകയാണ്. രോഹൻ loved animals too, but was a little afraid of water. രോഹനും ആനിമൽസിനെ ഒക്കെ ഇഷ്ടം, പക്ഷേ അവന് വെള്ളം ഭയങ്കര പേടിയാണ്. Don't worry, Rohan. Nothing will happen to you, said Nihal to her little brother. അപ്പം ഇവനിങ്ങനെ ചെറിയൊരു പേടിയോടെയൊക്കെ നിന്നപ്പം നിഹാൽ വന്നിട്ട് പറഞ്ഞു, രോഹൻ, നീ വിഷമിക്കൊന്നും വേണ്ട, അവിടെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നത്തിങ് വിൽ ഹാപ്പൻ ടു യു, നിനക്കൊന്നും സംഭവിക്കില്ല, നീ ടെൻഷൻ അടിക്കണ്ട, ബാ എന്ന് പറഞ്ഞു. Nihal's father smiled as he noticed how she took off Rohan. അപ്പം നിഹാലിൻ്റെ പപ്പയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. കാരണം ചെറിയ ബ്രദറല്ലേ, അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവനെ ടേക്ക് കെയർ ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പം നിഹാലിൻ്റെ പപ്പയ്ക്കും ഭയങ്കര സന്തോഷമായി. The first stop in SeaWorld was the Tropical Fish Aquarium. ഇവർ ആദ്യം എവിടെയാണ് ചെന്നത്? ട്രോപ്പിക്കൽ ഫിഷ് അക്വേറിയത്തിലാണ് ചെന്നത്. It was a large room with walls of glass. ഇവർ ചെന്നപ്പോൾ അവിടെ ഒരു വലിയൊരു റൂമാണ്. അതിൻ്റെ വാൾസ് ഒക്കെ, ഭിത്തിയൊക്കെ എന്താണ്? ഗ്ലാസ് ആണ്. You could see many varieties of fish through the glass wall. ആ ഗ്ലാസ് വാളിലോട്ട് നോക്കുന്നുണ്ട്, എത്ര വെറൈറ്റീസ് ഓഫ് ഫിഷസാ, പല കളേഴ്സിലുള്ള പല വെറൈറ്റീസ്, ചെറുതുണ്ട് വലുതുണ്ട്, പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് അവിടെ കണ്ടു. ഇറ്റ് വാസ് ലൈക്ക് സീയിങ് എ മൂവിങ് റെയിൻബോ. ഈ ഫിഷസ് എല്ലാം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ റെയിൻബോസ് മൂവ് ചെയ്യുന്ന പോലാണ്, കാരണം പല കളേഴ്സാണ്, അപ്പം റെയിൻബോസ് മൂവ് ചെയ്യുന്ന പോലാണ് തോന്നുന്നത്. There were fish of different colors with delicate fins and long tails. അതിൻ്റെ ഫിൻസും ലോങ് ടെയിൽസും ഭയങ്കര രസമാണ്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് ഭയങ്കര ഹാപ്പിയാണ്. ഡെലിക്കേറ്റ് മീൻസ് വെരി ലൈറ്റ് ആൻഡ് ഫിൻ. Fish which move around in groups are called shoals. Nihal's father explained. അപ്പം അവിടെ ചെന്ന് ഓരോ ക്രീച്ചേഴ്സിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നിഹാലിൻ്റെ പപ്പ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഇതാണെന്ന് ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പം ഫിഷസ് എല്ലാം ഒന്നിച്ചു പോകുന്നതിനെയാണ് പറയുന്നത് ഷോൾസ്. നിഹാലിൻ്റെ പപ്പ പറഞ്ഞു കൊടുത്തു, ഫിഷ് വിച്ച് മൂവ് അറൗണ്ട് ഇൻ ഗ്രൂപ്പ്സ് ആർ കോൾഡ് ഷോൾസ്. ഫിഷ് ഒന്നിച്ചു പോകുന്നതിനെയാണ് ഷോൾസ് എന്ന് പറയുന്നത്. ദ ഷോൾസ് വെന്റ് എവരിവെയർ ടുഗദർ. അപ്പോൾ ഇവരെങ്ങനെയാണ് എല്ലായിടത്തും ഒന്നിച്ചാണിത് പോകുന്നത്. There were shoals of black goldfish. ബ്ലാക്ക് കളറിലെ ഗോൾഡ് ഫിഷിൻ്റെ ഷോൾസ് കൂട്ടങ്ങൾ അവിടെ ഉണ്ട്. ദെൻ ടൈനി സിൽവർ ഷാർക്ക്, ചെറിയ സിൽവർ ഷാർക്ക് ഉണ്ട്. കിസിംഗ് ഗൗരമി ഇറ്റ്സ് എ നെയിം ഓഫ് എ ഫിഷ്. ആൻഡ് റെഡ് ക്യാപ്ഡ് ഫിഷ് ഇതേ ഈ പിക്ചറിൽ കൊണ്ടുവരും, കണ്ടോ, തലയിൽ തൊപ്പി വെച്ചേക്കുന്നവർക്ക് റെഡ് ക്യാപ്ഡ് ഫിഷ് ഉണ്ട്. ആൻഡ് മെനി മോർ. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, അത്ര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് അവിടെ കാണുന്നത്. ബ്ലാക്ക് ഗോൾഡ് ഫിഷ്, ടൈനി സിൽവർ ഷാർക്ക്, കിസിംഗ് ഗൗരമി, റെഡ് ക്യാപ്ഡ് ഫിഷ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് അവിടെ ഉള്ളത്. These fish had been brought from the Yellow China Sea. ഇതിനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? Yellow China Sea എന്നാണ് ഇതിനെ കൊണ്ടുവന്നത്. They are so pretty, Nihal and Rohan shouted as they looked around excitedly, running from one glass wall to another to see as many fish as they could. അപ്പോൾ ഇവരത് കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര ഹാപ്പിയായി. They are so pretty. ഓരോ ഫിഷിനെ കണ്ടു കഴിയുമ്പോൾ അവർ ഇത് നല്ല രസമുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് അടുത്ത വേറെ ഫിഷ് വരും. അപ്പോൾ ഉടനെ നിഹാലും രോഹനും പറയും, ഇതിനെ കാണാനാണ് ഏറ്റവും രസം. അങ്ങനെ ഇവർ ഒരു ഗ്ലാസ് ഹോളിൽ നിന്ന് അടുത്ത ഗ്ലാസ് ഹോളിലോട്ട് ഇങ്ങനെ ഓടി നടന്ന് ഫിഷസിനെ അവർ കാണുകയാണ്. The children went to see the pool with the sea snake. അങ്ങനെ ഇവർ ഫിഷസിനെ കണ്ടിട്ട് ഇവർ അടുത്ത എവിടോട്ടാണ് പോയത്? സീ സ്നേക്കിനെ കാണാനായിട്ട്. The sea snakes were long and shiny, swam with speedy from one end of the pool to another, gliding through the water. അപ്പം
ഈ സീ സ്നേക്ക് ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തോട്ട് ഭയങ്കര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലൈഡിങ് മീൻസ് മൂവിങ് ക്വിക്ക്ലി ആൻഡ് ക്വയറ്റ്ലി. ഇപ്പം ശാന്തമായിട്ട് ഭയങ്കര സ്പീഡിൽ തെന്നി തെന്നി മാറി ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. നിഹാൽ held Rohan's hand when she saw him getting scared. അപ്പം രോഹൻ ചെറുതാണ്. രോഹൻ ഇത് കണ്ടപ്പം സ്കേർഡായി. സ്കേർഡ് മീൻസ് ഭയം. അവന് പേടിയായി. ഉടനെ നിഹാൽ വേഗം രോഹന്റെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചു. രോഹൻ whispered, I don't like the snakes, നിഹാൽ ദീദി, please let us leave. ഉടനെ അവന് കരയാൻ തുടങ്ങി. അവനിങ്ങനെ വിതുമ്പി കരയുക. I don't like this sea snake. എനിക്ക് ഇഷ്ടമല്ല ഈ സ്നേക്കിനെ. നിഹാൽ ദീദി, നിഹാൽ ദീദി, നിഹാൽ ദീദി, എനിക്ക് ഈ സീ സ്നേക്കിനെ ഇഷ്ടമല്ല. വേഗം നമുക്ക് ഇവിടെ നിന്ന് പോകാം. രോഹൻ കരയാൻ തുടങ്ങി. To cheer him up, they stopped for ice creams and popcorn. അപ്പം രോഹൻ വിഷമിച്ചിരിക്കുകയല്ലേ. അപ്പം ഇവനെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് ഇവരെ അടുത്ത പ്ലേസിലോട്ട് ചെയ്യുന്നു. എവിടെയാണ്? ഐസ്ക്രീംസും പോപ്കോണും മേടിക്കാനായിട്ട്. ഇത് മേടിച്ച് രോഹൻ കൊടുത്തു. സൂൺ രോഹൻ വാസ് സ്മൈലിംഗ് അഗെയിൻ. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രോഹൻ ഭയങ്കര ഹാപ്പി. അവൻ്റെ കരച്ചിലും അവൻ്റെ സങ്കടവും ഒക്കെ മാറിയിട്ട് അവൻ്റെ പേടിയൊക്കെ മാറിയിട്ട് അവൻ വളരെ ഹാപ്പിയായി. നിങ്ങളും അങ്ങനല്ലേ? നിങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പപ്പയോ മമ്മിയോ ഒക്കെ ഐസ്ക്രീം മേടിച്ച് തരുമോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കരച്ചിലൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആകത്തില്ലേ? അതുകൊണ്ട് രോഹൻ്റെ പെട്ടെന്ന് കരച്ചിലൊക്കെ സ്റ്റോപ്പായി. As they licked the ice cream cones, Nihal and Rohan heard loud squeals of excitement and clapping coming from another enclosure. Squeal means a long high pitched sound. അപ്പോൾ ഇവരിങ്ങനെ ആ ഐസ്ക്രീംസ് ഒക്കെ ഇങ്ങനെ ലിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവര് നല്ല ഹൈ പിച്ച്ഡ് ആയിട്ടുള്ളൊരു സൗണ്ട് അവർ അടുത്തു വന്ന് കേട്ടു. അതെന്താണ്? അടുത്തൊരു എൻക്ലോഷർ മീൻസ് ഏരിയ സറൗണ്ടഡ് ബൈ എ വോൾ. അടുത്ത ഒരു എൻക്ലോഷറിൻ്റെ അവിടെ നിന്നാണ് ഇവർ ഈ സൗണ്ട് എല്ലാം കേൾക്കുന്നത്. ഇവര് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. That is the dolphin show. We had tickets for it too, said Nihal's father. ഉടനെ നിഹാലിന്റെ പപ്പ, വണ്ടർഫുൾ, അതൊരു ഡോൾഫിൻ ഷോ ആണ്, ബാ നമുക്ക് ടിക്കറ്റ് എടുക്കണം, നമുക്ക് എന്നിട്ട് അങ്ങോട്ട് പോകാം. The children clapped their hands in glee. They made their way to the dolphin enclosure and took their seats. The show was wonderful. Glee means happiness. ഇത് കേട്ടപ്പോഴത്തേക്ക് രോഹനും നിഹാലും സന്തോഷത്തോടെ പെട്ടെന്ന് കൈയടിച്ചു. എന്നിട്ട് ഇവരുടെ സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഇവരെ ആ ഡോൾഫിൻ ഷോ കാണാൻ തുടങ്ങി. There were 4 dolphins in the pool. They were trained to jump high in the air. അവിടെ 4 ഡോൾഫിൻസ് ഉണ്ട്, അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. They jumped through hoops and even a dance to music, bobbing their heads and waving their flippers. ആ ഡോൾഫിൻസ് മുകളിൽ ചെന്ന് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി. എന്നിട്ട് they waved the flippers. Finally, one of the trainer climbed onto a dolphin's back and the dolphin took her for a speedy ride. ഉടനെ ഒരു ട്രെയിനർ അതിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് അതിനെ സ്പീഡായിട്ട് റൈഡ് ചെയ്തു. Nihal was overjoyed. Someday, Papa, I too want to swim with dolphins, she said. അവള് ഹാപ്പി ആയിട്ട് പറഞ്ഞു, പപ്പ എനിക്ക് ഇത് ഡോൾഫിൻ്റെ കൂട്ട് ഒരു ദിവസം സ്വിം ചെയ്യണം. എല്ലാവർക്കും സ്റ്റോറീസ് ഇഷ്ടമായോ? എല്ലാവരും ഇപ്പൊ സീ വേൾഡിൽ വന്നില്ലേ? ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. See you next class. Bye bye.